വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസിന ബില്ലാഹ് അമ്മാ ബഅദ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നതിനെ സംബന്ധിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എന്തു പറഞ്ഞു? അതാണ് അതിൻ്റെ മറുപടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇഖ്റഉ വർത്തഖി. പാരത്രിക ലോകത്ത് ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ഹാഫിദുൽ ഖുർആനോട് പറയും, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്, ഇഖ്റ വർത്തഖി, നീ ഖുർആൻ പാരായണം ചെയ്യൂ, നിൻ്റെ ഉന്നതമായ ദറജയിലേക്ക് നീ കയറുക. ഉറത്തിൽ നീ പാകതയോടുകൂടെ നിയമങ്ങളനുസരിച്ച് ഓതു. കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ, ഐഹിക ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നീ തെർത്തിയിലായി ഓതിയത് അതുപോലെ. അങ്ങനെ നീ ഓതിയാലുള്ള കാരണം, അതിൻ്റെ നേട്ടം എന്താണ്? ഫഇന്ന മൻസിലതക, നിൻ്റെ ഈ സുർഗീയ ലോകത്തുള്ള പദവി, നിൻ്റെ സ്ഥാനം, നിൻ്റെ ഗേഹം, നിൻ്റെ വീട്, നിൻ്റെ താമസ സ്ഥലം, അതിൻ്റെ ഉയരം, അതിൻ്റെ ഉന്നതി, ഇന്ദ ആഖിരി ആയത്തിൻ തഖറഉഹ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ എടുത്ത് ഓതുന്ന, വായിക്കുന്ന ആയത്തിൻ്റെ ലാസ്റ്റ് ആയത്തേതാണോ അവിടെയാണ്. എത്രമാത്രം നിനക്ക് ഖുർആൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്, മനഃപ്പാടമുണ്ട്, അത് എത്രമാത്രം ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നിൻ്റെ പദവി. ഈ ഹദീസ് തിരുമിതി റിവായത്ത് ചെയ്തതാണ്, സഹീഹാണെന്ന് അൽബാനി പോലും പറഞ്ഞതാണ്. ഇബ്നുൽ ഹജർ ഹൈത്തമി പറയുകയാണ്, അൽ ഖബറുൽ മദ്കൂറു ഖാസ്സുൻ ബിമൻ യഹ്ഫദു അൻ ദഹരി ഖൽബ്. ഇത് ഖുർആൻ നോക്കി വായിക്കുന്ന ആളെ പറ്റിയല്ല പറഞ്ഞത്. കാരണം നോക്കി വായിക്കുന്ന ആൾക്ക് അത് പഠിച്ചാൽ മറ്റുള്ളവരുമായി ഒരു വ്യത്യാസം, മറ്റ് വായിക്കുന്നവരുമായി ഒരു വ്യത്യാസം കാണുകയില്ലല്ലോ. കാരണം നോക്കി വായിക്കാൻ അറിയുമെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാവർക്കും നോക്കി വായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരാളേക്കാൾ മറ്റൊരാൾ ഉയർച്ച എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നില്ലല്ലോ. അതാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ലിഅന്ന മുജറദൽ ഖിറാഅത്തി ഫിൽ ഖത്തി ലാ യഖ്തലിഫു الناس ഫീഹാ വലാ യതഫാവതുന ഖില്ലതൻ വകസ്റ വഇന്നമ الذي يتفاوتون فيه هو الحفظ عن ظهر قلب. അപ്പോൾ ഖുർആൻ മനഃപ്പാടമാക്കിയാൽ അതിൻ്റെ നേട്ടം അവർണ്ണനീയമാണ്. അവൻ്റെ സ്വർഗീയ ലോകത്തുള്ള വിജയ ഉയർച്ച, അതിൻ്റെ എത്രമാത്രം പഠിക്കുന്നു അത്രമാത്രം ഉന്നതിയിലേക്ക് പോകുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കും. ഇത് സഹീഹ ഹദീസാണെന്ന് അൽബാനി പോലും പറഞ്ഞതാണ്. മറ്റൊരു ഗരീബായ ഹദീസ്, ലൗ ജമഅൽ ഖുർആൻ ഫീ ഇഹാബിൻ, ഒരു തോലിൽ ഖുർആൻ ശേഖരിക്കപ്പെട്ടാൽ, മാ അഹ്റഖഹുല്ലാഹു ബിന്നാർ, നരകാഗ്നി കൊണ്ട് അള്ളാഹു അതിനെ കരിക്കുകയില്ല. സാധാരണ തോലിലും ഖുർആൻ എഴുതിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ കത്തിപ്പോവും. അതിനെപ്പറ്റിയല്ലേ പറഞ്ഞത്. മഹാന്മാർ വിശദീകരിക്കുന്നത് അത് നരകാഗ്നിയാണ്. അപ്പം നരകത്തിൽ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആൾ, അവരെ നരകത്തിൽ നിന്നും അള്ളാഹു അവരെ കാക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ, ഇമാമിങ്ങളുണ്ട്. എന്നാൽ ഈ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിൻ്റെ ശരഈയായ വിധി എന്താണ്? ശരഈയായ വിധി എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, ഇത് ഇൽമാണോ? ഇൽമ് പഠിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ആ ഇൽമിൻ്റെ ഐറ്റംസിൽ പെട്ടതാണോ എന്നതാണ് വിഷയം. ചില തെറ്റിദ്ധാരണ കാരണമാകാം ചില ആളുകൾ പറഞ്ഞു അത് ഇൽമല്ലെന്ന്. എന്നാൽ ഇമാം നവവി പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ശറഹുൽ
പിന്നെ മുഹദ്ദബിൻ്റെ മജ്മൂഇൻ്റെ മുഖവുരയിൽ അൽ കിസ്മുസാനി രണ്ടാം ഐറ്റം ഐമിൻ അക്സാമിൽ ഇൽമി ശറഈ ശറഈയ ഇൽമിൻ്റെ ഐറ്റംസിൽ രണ്ടാമത് ഒരു ഐറ്റം പറഞ്ഞു ഫർദ് ഐന് പറഞ്ഞു അത് ഫറദുൽ കിഫായ ഇൽമാണ്. എന്നിട്ടും അവർ പറയുന്നു ഹിഫ്ദുൽ ഖുർആനി ആദ്യം തന്നെ പറഞ്ഞത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് പോലെ വൽ ഹദീസ് വൈഹാർട്ടാക്കുന്നത് പോലെ ഉലൂമിഹിമ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ മനഃപ്പാഠമാക്കുന്നത് പോലെ വൽ ഉസൂൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മനസ്സിലാക്കുമ്പോൾ വൈഹാർട്ടാക്കുമ്പോൾ. അപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് ഇൽമാണെന്ന് മാത്രമല്ല ഇമാം നവവി പ്രഥമമായി പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ഇതാണ് പ്രഥമമായി എടുത്തത് അല്ലേ, ഫർദു കിഫായയാണ്. എന്നാൽ ഫർദു കിഫായ ആകുമ്പോൾ സാധാരണ ഫർദു കിഫായയെ പോലെ മാത്രമല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ മയ്യത്ത് സംസ്കരണം ആരെങ്കിലും ഒരാളെങ്കിലും നിർവഹിച്ചാൽ അതിൻ്റെ കുറ്റത്തിൽ നിന്നും മുസ്ലിം സമൂഹം രക്ഷപ്പെടും. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഖുർആൻ ബൈ ഹാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് കിഫായ അങ്ങനെയല്ല. അതാരെങ്കിലും ഒരാളോ രണ്ടാളോ നിർവഹിച്ചാൽ ബൈ ഹാർട്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള അത് ബൈ ഹാർട്ടാക്കാത്തതിൻ്റെ പേരിലുള്ള ഫറദ് ചെയ്യാത്തതിൻ്റെ പേരിലുള്ള കുറ്റത്തിൽ നിന്നും സമൂഹം മുക്തമാവുകയില്ല. ചിന്തിച്ചാൽ തന്നെ അറിയൂ, ഇവരെ പറയണ്ട. കാരണം ഖുർആൻ മുത്തവാത്തിറാണ്. ഖുർആൻ്റെ ലഫ്ദുകൾ മുത്തവാത്തിറാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ യുഹദ്ദിസ ഖൗമുൻ ലാ യഹ്തമിലു തവാത്തുഹും അലൽ കദിബ്. വ്യാജം എല്ലാവരും കൂടി വ്യാജം പറയാൻ സാധ്യതയില്ലാത്ത അത്രയും ആളുകൾക്ക് പറയുക. ഇതാണ് ഖുർആൻ, ഇതാണ് മുത്തവാത്തിർ. അപ്പം ഖുർആൻ്റെ തവാത്തുർ നിലനിൽക്കുന്നതിലേക്ക് പഠിക്കണം. അതിനുവേണ്ടി കോളേജ് തുടങ്ങണമെന്നല്ല പറഞ്ഞ്, കോളേജും ദർസും അത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കണം എന്നാണ് ഖുർആൻ. ഫർദ് കിഫായയാണ്. ഫർദ് കിഫായ മാത്രമല്ല, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഇത്ഖാനിൽ വലാ യൽസമു ഹിഫ്ദുഹു അലാ ഫർദിൻ മിൻ കുല്ലി ഉസ്റത്തിൻ ബൽ യക്ഫി ഹിഫ്ദു അദദിൻ മിനൽ ഉമ്മത്തി ബിഹൈസു ലാ യൻഖതി അദദു തവാത്തുരി ഫീഹി കമാ ഖാല സുയൂത്തി. മനസ്സിലായില്ലേ? അപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ ഫർദ് കിഫായാണ് എന്ന് വ്യക്തമായി. ഫർദ് കിഫായ ഇജ്മാ ഉണ്ടെന്ന് മറ്റൊരു കിതാബിൽ പറയുന്നുണ്ട്. ഇജ്മാ ഉണ്ട്, ഫർദ് കിഫായ ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഫർദ് കിഫായ മാത്രമല്ല, വളരെ പ്രാധാന്യമുള്ള ഫർദാണ്. ഈ തുഹ്ഫയിലും നിഹായയിലും തന്നെ വലവിസ്തകല എന്ന് തുടങ്ങുന്ന ഒരു ഇബാറത്തുണ്ട്, ഒരു ഖസ്മു സദഖാത്തിൻ്റെ അധ്യായത്തിൽ. അവിടെ ഒരാൾ പിന്നെ ഒരു പാപം, ഒരു മിസ്കീൻ അല്ലെങ്കിൽ ഒരു ഫക്കീറിന് അല്ലെങ്കിൽ ഒരു മിസ്കീന് അദ്ദേഹത്തിൻ്റെ മസ്കനത്ത് ജോലിക്ക് കഴിവുണ്ടെങ്കിൽ ജോലി ചെയ്ത് അവൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആരോഗ്യവും യോജിച്ച ജോലി ഉണ്ടെങ്കിൽ, എന്നിട്ട് അവന് ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അവനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ആദ്യം തന്നെ പറയുന്നു ഖുർആൻ ഹിഫ്ദ് ചെയ്യൽ കൊണ്ട് ശൂലായവരാണെങ്കിൽ, അതല്ലെങ്കിൽ ശറഈയ മറ്റ് ഫർദ് കിഫായും ഫർദ് ഐനുമായ ഇൽമുകൾ കൊണ്ട് ശൂലാകുന്നവനാണെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ ഹിഫ്ദുൽ ഖുർആനാണ് എടുത്തു പറഞ്ഞത്. ഫർദ് കിഫായയുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ഇതൊക്കെ നിഹായയിലും തുഹഫയിലും ഒക്കെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹാഫിദുൽ ഖുർആൻ്റെ മഹത്വവും വളരെയധികം അതിമഹത്താണ്. ഇങ്ങനെയുള്ള ഒരു കാര്യമാണിത്, ഖുർആൻ ഹിഫ്ദ് ചെയ്യൽ. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, പിന്നെ ഈ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് പഠിച്ചാൽ മറ്റുള്ള ഇൽമുകൾ പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കില്ലേ എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. തെറ്റിദ്ധാരണയാണ് ഇതിനൊക്കെ അതിനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ. ഖുർആൻ അതിൻ്റെ ലഫ്ദ് അക്ഷരശുദ്ധിയോടുകൂടെ പഠിക്കുകയും അത് തലമുറ കൈമാറുകയും തവാത്തുറിൻ്റെ അതതുകൾ കൈമാറുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ഒന്നാം പ്രമാണമായ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഹുജ്ജത്തായ, മുഅ്ജിസത്തായ, നിലനിൽക്കുന്ന അന്ത്യദിനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തായ ഈ ഖുർആൻ്റെ അമാനുഷികതയും ഈ ഖുർആൻ്റെ തവാത്തുറും നിലനിർത്തുവാൻ മുസ്ലിം സമൂഹം
പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്നാണ് ഇതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ഇത് നിസ്സാരവൽക്കരിക്കരുത്. ഇത്തരം പ്രസ്താവനകളിൽ നിന്നും ചില പണ്ഡിതന്മാരുടെ ചില പ്രഭാഷണങ്ങൾക്ക് ആണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. ഈ പരിപാടി നിർത്തിവെക്കണമെന്ന്, ദേവിയെ നിർത്തിവെക്കണമെന്ന് ദീനിൻ്റെ പേരിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.